അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മദ്ദുകളെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കണമെന്ന് പറയാൻ കാരണം, അത് കേൾക്കാതെ അല്ലെങ്കിൽ അത് പഠിക്കാതെ അല്ലെങ്കിൽ മുമ്പ് അതിനെക്കുറിച്ച് അറിയാതെ നമുക്ക് വിശുദ്ധ ഖുർആൻ ഒരിക്കലും തന്നെ പാരായണം ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കേൾക്കണം, അത് പഠിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒഴിവുള്ള അനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മളത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് നമുക്ക് പറയാനുള്ളത് മദ്ദുകളെക്കുറിച്ചാണ്. മദ് രണ്ട് രൂപത്തിലുണ്ട്. മദ് അസ്ലിയുണ്ട്, മദ് ഫർഈ ഉണ്ട്. പ്രധാനമായും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മദ് ഫർഈ ആണ്. അപ്പോൾ വെറുതെ മദ് അസ്ലിയെ മദ് ഫർഈ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് അത് ഒരു പ്രയാസം ഉണ്ടാവും. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സാധാരണ മദ്, ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, മലയാളത്തിൽ ഉണ്ടാവില്ല എങ്കിലും നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആമ എന്നല്ലല്ലോ പറയുക, ആമ, ആന എന്ന് പറയില്ല, ആന അല്ലേ. ഇതാണ് സാധാരണ ഉള്ള ഒരു നീട്ടൽ. ഈ നീട്ടുന്നതിനെ കുറിച്ചാണ് മദ് അസ്ലി എന്ന് പറയുക. സാധാരണ പിന്നെ ഒന്ന് നീട്ടുന്നതിനെ കുറിച്ചാണ് എന്ത് പറയുക, മദ് അസ്ലി എന്ന് പറയാം. കാന. ഇപ്പം നമ്മൾ ഫാത്തിഹയിൽ മാലിക്കി യൗമിദ്ദീൻ അല്ലേ, ഇപ്പം നമ്മൾ സാധാരണ ഓതൽ മാലിക്കി എന്ന് ഓതൽ. മലിക്കി എന്ന് നമ്മൾ സാധാരണ ഓതലില്ല. മലിക്കി അങ്ങനെ ഒരു ഓത്തുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ എന്ത് ചെയ്യലില്ല, ഓതാറില്ല. മാലിക്കി എന്നുള്ളതാണ് ഓതാറുള്ളത്. അപ്പോൾ ഇതൊരു സാധാരണ മദ്ദാണ് മാലിക്കി. അത് കൂടുതൽ നീട്ടലുമില്ല, നീട്ടം പിന്നെ കുറക്കലുമില്ല. അതേപോലെ തന്നെ ഇയ്യാക്ക നഅ്ബുദു, ഇയ്യാക്ക അല്ലേ, ഇയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ അവിടെ നമ്മൾ എന്ത് ചെയ്യലില്ല, നീട്ടാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ട, പിന്നെ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, ആലോചിച്ച് കണ്ട് എന്ത് ചെയ്യേണ്ട, അതിൽ പ്രയാസപ്പെടേണ്ടതില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇൻശിഖാഖ് ഓതുമ്പോൾ ആ മദ്ദുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് തിരിയും. നമുക്കൊക്കെ അറിയുന്നതാണ്, പറഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞിട്ട് കണ്ടാൽ തിരിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മദ് അസ്ലി നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്താൽ മതി, ഓതിപ്പോയാൽ മതി. ഇനിയുള്ളത് മദ് ഫർഈ ആണ്. മദ് ഫർഈയിൽ 5 വിധമുണ്ട്. അതിൽ നമുക്ക് പറയാനുള്ളത്, ഇന്ന് പറയുന്നത് മദ് മുത്തസിലും മദ് മുൻഫസിലുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മദ് പിന്നെ അസ്ലിയിൽ സാധാരണ മദ് കാല, അതങ്ങനെ തന്നെ ഓതണം. കല എന്ന് ഓതാൻ പറ്റില്ല, കാല എന്ന് തന്നെ ഓതണം, കാല. അതേപോലെ തന്നെ കീല എന്ന് ഓതിയ പോരാ, കീല അല്ലേ, സാധാരണഗതിയിലുള്ള നീട്ടൽ. കൂലു, ഇവിടെ അങ്ങനെ തന്നെ സാധാരണ നീട്ടൽ. അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ കുറക്കാനോ അത് കൂട്ടാനോ നമുക്ക് സാധ്യമല്ല. അത് അതേപോലെ സാധാരണഗതിയിൽ എങ്ങനെയാണുള്ളത് അതേപോലെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓതിയാൽ മതി. അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യലുണ്ട്, അതിങ്ങനെ ഓതി പോകുമ്പോൾ നമ്മളിങ്ങനെ ഓതി പോകാറുണ്ട്. സാധാരണ ഓത്തറിയുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്യില്ല, അത് പ്രയാസമായി വരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരു അലിഫിനേക്കാൾ നമ്മളിപ്പോൾ സാധാരണ നീട്ടിയല്ലോ, ഇപ്പോൾ കാല, അതിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ 7 ഹർക്കത്ത് വരെ 3.5 അലിഫ് വരെ എന്ത് ചെയ്യുക, നമുക്ക് നീട്ടാം. ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്തിൻ്റെ കണക്കാണ്. ഇപ്പോൾ 2 ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ കാല എന്ന് പറഞ്ഞല്ലോ, ഇത് 2 ഹർക്കത്താണ്. ഒരു അലിഫിൻ്റെ കതിറാണ് അത് നമ്മൾ നീട്ടിയിട്ടത്. നമ്മൾ എഴുതുമ്പോൾ തന്നെ ഒരു അലിഫിൻ്റെ കതിറാണല്ലോ. കാല എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെന്താ ക എന്നതിന് പിന്നെ ല എന്നതിൻ്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യും, ഒരു അലിഫ് വരുന്നുണ്ടല്ലോ. അപ്പോൾ കാല, ഇതൊരു അലിഫിൻ്റെ കതിറാണ് നമ്മൾ നീട്ടിയത്. നമ്മളിപ്പോൾ ആ ഒരു കോലം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നീട്ടുക. അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ എന്ത് ചെയ്താൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നീട്ടിയാൽ മതി. ഉദാഹരണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ഇതേ ഒരു രൂപം തന്നെയാണ് മദ് മുൻഫസിൽ. മദ് മുത്തസിലും മുൻഫസിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. കൂടുതലൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. മുത്തസിലിൻ്റെ അവിടെ എന്ത് ചെയ്യണം, ഒന്ന് കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ മുൻഫസിൽ മുത്തസിലിൻ്റെ അത്ര സ്ട്രോങ് ഇല്ല എന്ന് മാത്രം. എങ്കിലും മുത്തസിൽ എന്ത് ചെയ്യണം, കൂടുതൽ എന്ത് ചെയ്യണം, നമ്മൾ നീട്ടണം എന്ന് മാത്രം. അപ്പോൾ അതേ രണ്ടും ഒരേ സെയിം ആണെങ്കിലും അത്ര അതിൻ്റെ അടുത്ത് അത്രയും വരുന്നില്ല എന്ന് മാത്രം. ഇനി നമുക്ക് പറയാനുള്ളത് മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരു അലിഫിൻ്റെ കതിറിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ നീട്ടണം. സാധാരണ നമ്മൾ കാല എന്ന് പറഞ്ഞല്ലോ, അതിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന രൂപത്തിൽ 7 ഹർക്കത്ത് വരെ നീട്ടാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ പറയാമെന്ന് മാത്രം. ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ
പിന്നെ ഇപ്പം നമ്മൾ കാല കാല എന്ന് എഴുതുമ്പോൾ കാഫിൻ്റെയും ലാവിൻ്റെയും ഇടയിൽ ഒരു അലിഫ് വന്നല്ലോ, ഇതാണ് ഒരു അലിഫ്. ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്തിൻ്റെ കതിറാണ്. അപ്പോൾ കാല, അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നീട്ടണം. ഏത് മദ് മുത്തസിലാവുമ്പോൾ ഷാ അ ഷാ അ എന്ത് ചെയ്യുക, അത് 3 അലിഫ് വരെ എന്ത് ചെയ്യുക, 3.5 അലിഫ് വരെ നമുക്ക് എന്ത് ചെയ്യുക, നീട്ടാവുന്നതാണ്. അപ്പോൾ ഒരു അലിഫിനേക്കാൾ കൂടുതലും 3.5 അലിഫ് വരെ നീട്ടാവുന്നതുമാണ്. ഇതേ ഒരു അവസ്ഥ തന്നെയാണ് മദ് മുൻഫസിലും വരുന്നത്. പ്രയാസപ്പെടേണ്ടതില്ല. മദ് മുത്തസിലും മുൻഫസിലും കണ്ടാൽ തന്നെ പെട്ടെന്ന് തിരിയുന്ന ഒന്നാണ്. പറയുമ്പോൾ അതിൻ്റെ കതറൊക്കെ പറയണമല്ലോ, അതുകൊണ്ടാണ് ഈ പിന്നെ ഒരു കണക്കൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, സാധാരണ നീട്ടുന്നതിലേറെ ഒന്ന് നീട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു, അതിൻ്റെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നതാണ്. പിന്നെ അതിൻ്റെ കണക്കാണല്ലോ, ആ കണക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യണ്ട, പിന്നെ കൂടുതൽ ഇങ്ങനെ നീട്ടിയിട്ടോ പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യണ്ട, എന്താ സംഭവം എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട, ആലോചിക്കേണ്ട ആവശ്യമില്ല. സാധാരണ മദ്ദിനേക്കാൾ എന്ത് ചെയ്യുക, ഒന്ന് കൂടുതലായിട്ട് നീട്ടുക. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്ത് ചെയ്യുക, കുറേ അങ്ങോട്ട് വലിച്ച് നീട്ടും വേണ്ട. അപ്പോൾ 3.5 അലിഫ് 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണക്ക് നമുക്ക് മനസ്സിലാവില്ല. കാല എന്ന് പറഞ്ഞപ്പോൾ ഒരു അലിഫിൻ്റെ കതിറാണ്. കാ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, ഏകദേശം ആയി. കാല എന്നുള്ളിടത്ത് ഇപ്പോൾ ഷാ അ ഷാ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, കൂടുതൽ നീട്ടേണ്ടതില്ല. അപ്പോൾ ഒരു പരിധി വരെ എന്ത് ചെയ്യുക, ഒന്ന് നീട്ടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മദ് മുത്തസിലും മദ് മുൻഫസിലും രണ്ടും ഒരേപോലെ തന്നെയാണ്. കുറച്ചും കൂടി മേലെ നിൽക്കുന്നതാണ് മദ് മുത്തസിൽ എന്ന് മാത്രം. ഇപ്പം നമുക്കറിയാം മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നർത്ഥം. മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ അല്ലേ. അപ്പോൾ അതേ മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്നത്, നമ്മൾ മനസ്സിലാക്കി, ചേർന്ന് വരുന്ന ഒന്ന്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്ന എന്ന് പറഞ്ഞാൽ ഒരേ വാക്കിലായിരിക്കും, ഒറ്റ പദം, ആ ഒരൊറ്റ പദത്തിലായിരിക്കും മദ് പിന്നെ വരുന്നത്. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ 3 എണ്ണമാണ്. അതല്ലാതെ വേറെ നമ്മൾ നീട്ടൂല. അറബിയിൽ ഇപ്പം ക എന്ന് പറഞ്ഞാൽ ക അല്ലേ, ക എന്ന് പറഞ്ഞാൽ അതിന് നീട്ടൽ കാ. ഖി എന്ന് പറഞ്ഞാൽ അതിന് നീട്ടൽ യാ കൊണ്ടാണ് ഖീ. ഖു എന്ന് പറഞ്ഞാൽ അതിന് നീട്ടൽ എന്നിങ്ങനെയാണ് ഖു. ഇതാണ് മദ്ദക്ഷരം, അലിഫ് വാവ് യാ. മദ്ദക്ഷരം നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് അലിഫ് വാവ് യാ. ഇനി ബ എന്നെടുത്താൽ ബ ഒരു അലിഫിട്ട്, ബി കസർ കൊടുത്തു, അതിന് നീട്ടൽ ബി യാ കൊടുത്തു. ബു ലൊമ്മ കൊടുത്തു, ഞാൻ നീട്ടൽ ബൂ വാവ് കൊടുത്തു. ഇതാണ് മദ്ദക്ഷരം. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ. ഇനി മുത്തസിലും മുൻഫസിലും ഈ മദ്ദക്ഷരത്തിന് ശേഷം, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അലിഫ് ഉണ്ടാവും, എവിടെയെങ്കിലും അലിഫ് നീട്ടാൻ വന്നു, അല്ലെങ്കിൽ യാ നീട്ടാൻ വന്നു, അല്ലെങ്കിൽ വാവ് നീട്ടാൻ വന്നു. ഈ നീട്ടാൻ വരുന്ന അലിഫിൻ്റെയോ പിന്നെ വാവിൻ്റെയോ യാവിൻ്റെയോ ശേഷം ഹംസ വന്നാൽ, ഹംസ എന്ന് പറഞ്ഞാൽ അലിഫിന് ഫത്ത് കസറോ ലൊമ്മോ വരുന്നാൽ, ഇങ്ങനെയൊക്കെ വന്നാലാണ് എന്ത് ചെയ്യുക, പിന്നെ അവിടെ മദ് വരിക. അപ്പോൾ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണെങ്കിൽ, ഉദാഹരണത്തിന് ഷാ അ, ഇപ്പോൾ വന്ന ഷാ എന്ന ആ ഷീനിൻ്റെ ശേഷം ഒരു അലിഫ് വന്നു, അതാണ് മദ്ദക്ഷരം. ആ മദ്ദക്ഷരത്തിൻ്റെ ശേഷമുള്ള ഹംസ വന്നത് അതേ വാക്കിലാണ്. അപ്പോൾ അതേ വാക്കിൽ വന്നാൽ ചേർന്ന് വന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ അത് എന്താണ്, മദ് മുത്തസിലാണ്. ഇനി നേരെ മറിച്ച് ഇന്നാ അൻസൽനാഹു, ഇന്ന എന്ന മദ്ദക്ഷരം, ഇന്ന എന്ന ഇതിൽ എന്ത് ചെയ്തു, പിന്നെ നൂനിൻ്റെ ശേഷം ഒരു അലിഫ് വന്നു, ഇന്ന, അവിടെ അലിഫ് മദ്ദക്ഷരമാണ്. ആ മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് അൻസൽനാഹു എന്നുള്ള വേറെ വാക്കാണ്, ഇന്ന എന്നുള്ള വേറെ വാക്കും. അപ്പോൾ ഇന്ന ഏകദേശം ഖുർആനിൽ എന്തോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട ചെറിയൊരു ഗ്യാപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ ഇംഗ്ലീഷിലായാലും ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഐ എന്ന് കഴിഞ്ഞിട്ട് വരെ പിന്നെ ഗ്യാപ്പ് ഇടും, ആം അല്ലേ, പിന്നെ ഒരു ഗ്യാപ്പ് ഇടും, ഐ ആം, പിന്നെ ടീച്ചർ അല്ലേ, ഐ ആം എ ടീച്ചർ എഴുതുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ഇതേ ഒരു ഗ്യാപ്പ് ഏകദേശം കണ്ടാൽ തന്നെ ഖുർആനിലും ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ ഇന്ന, പിന്നെ വന്ന് അൻസൽനാഹു എന്നല്ല, അൻസ എന്നുള്ള ഒരു ഹംസയാണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇതാണ് മദ് മുൻഫസിൽ. മുൻഫസിൽ പറഞ്ഞാൽ വേർപിരിഞ്ഞുകൊണ്ട് രണ്ടായിട്ട് 2 വാക്കുകളിൽ വരുന്നതാണ് മദ് മുൻഫസിൽ എന്ന് പറയുക. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്ന മദ്.
ഈ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ടതില്ല. നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, സിമ്പിളായിട്ട് മനസ്സിലാവും. പറഞ്ഞതൊന്നും എന്തല്ല പിന്നെ ചില ആളുകൾക്ക് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചില നിയമങ്ങളും അതിൻ്റെ കൂടെ നമുക്ക് വരും. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇദസ്സമാഉ ശഖ്ഖത്, ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇദാ അസ്സമാഉ എന്നുള്ളത്. അത് കൂട്ടി വായിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇദസ്സമാഉ, അവിടെ രണ്ട് അലിഫ് ഇദാ സമാഉ എന്ന് വായിക്കാത്തതിൻ്റെ കാരണം എന്താ? അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, രണ്ട് അലിഫ് രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരുമ്പം ആ പിന്നെ എന്ത് ചെയ്യും, അവിടെ ഉള്ളതൊക്കെ എന്ത് ചെയ്യും, പിന്നെ ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇദസ്സമാഉ എന്നുള്ള അവിടെ അലിഫുണ്ട് അല്ലേ, രണ്ട് അലിഫുണ്ട്, പിന്നെ അവിടെ ലാമുണ്ട്, ഇതിനൊക്കെ സുക്കൂനുകളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ഒഴിവാക്കപ്പെടും. അപ്പോൾ എങ്ങനെ വായിക്കുക? ഇദസ്സമാഉ. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പിന്നീട് നമുക്ക് പഠിക്കാം. ഇദസ്സമാഉ ശഖ്ഖത്, സമാഉ ശഖ്ഖത് അല്ലേ, അവിടെ പിന്നെ സുക്കൂനുള്ള നൂനാണ്. സുക്കൂൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുക്കൂനുള്ള നൂനാന്ന് പറഞ്ഞു. ആ നൂനുണ്ടല്ലോ, ആ നൂനിൻ്റെ ശേഷം ഷീനായതുകൊണ്ട് ഇഖ്ഫ അല്ലേ, സമാഉ അസ്സമാഉ ശഖ്ഖത്. അപ്പോൾ ഇഖ്ഫ ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമുക്ക് മദ്ദുകളെ കുറിച്ചാണ് പറയാനുള്ളത്. അസ്സമാ എന്നുള്ളത് കണ്ടില്ലേ, അസമാ എന്നുള്ള അലിഫ്, ആ അലിഫിൻ്റെ ശേഷം ഹംസ അതേ വാക്കിൽ, സമാ എന്നുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഈ ഒറ്റ വാക്കിലാണ് മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത്. ഇതെന്താണ്? മദ്ദ് മുത്തസിലാണ്, ചേർന്ന് വന്നു, മദ്ദ് മുത്തസിൽ. വഅദിനത് ലിറബ്ബിഹാ വഹുഖത്, വഹുഖത് അവിടെ താവിനെ ഉച്ചരിക്കുമ്പോൾ ചെറിയ ഒരു നിലക്ക്, കൂടുതലായിട്ട് പറയാൻ പാടില്ല, ഉച്ചാരണത്തിൽ വരാൻ പാടില്ല. വഹുഖത് അവിടെ ചെറിയ ഒരു നിലക്ക് എന്ത് ചെയ്യണം, ഒരു കാറ്റ് ഇങ്ങോട്ട് വരും.
വ ഇദൽ അർളു വ ഇദൽ, അവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ ഇദ എന്ന് വായിക്കാൻ പാടില്ല. നമ്മൾ പഠിച്ചത് പ്രകാരം ചിലപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്യും, വ ഇദ എന്ന് അലിഫിട്ടാൽ ചിലപ്പോൾ നീട്ടണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അവിടെ നീട്ടാൻ പാടില്ല. ഇതല്ല നമ്മൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച പിന്നെ നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്ന ആ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ വൈതൽ അർന്നു എന്ന് തന്നെയാണ് എന്ത് ചെയ്യുക, വായിക്കുക. ഇനി ഒരാൾ സൂക്ഷ്മമായിട്ടിങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതാ നമ്മൾ ഓതിയത് ഇതൽ എന്നാണെങ്കിലും കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ അവിടെ ഒരു അലിഫുണ്ടല്ലോ, അപ്പോൾ അവിടെ എന്ത് നീട്ടേണ്ടതല്ലേ എന്നുള്ള ചിലപ്പോൾ ഒരു മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയല്ല, വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത് വഅദിനത് ലിറബ്ബിഹാ വഹുഖത് യാ അയ്യുഹൽ ഇൻസാനു. ഇവിടെ എന്താണ്, യാ എന്നുള്ളൊരു വാക്കാണ്. യാ അവിടെ ചേർത്തി പിന്നെ എഴുതിയിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയില്ല. അതിനാണ് വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ പിന്നെ ഉസ്താദുമാരിൽ നിന്ന് അതിനെ അറിയുന്ന ഒരാളിൽ നിന്ന് അതെന്ത് ചെയ്യണം, കേട്ട് പഠിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ തുടക്കത്തിലെ ക്ലാസ്സുകളൊക്കെ നമുക്ക് പറഞ്ഞിരുന്നു, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അറബി വായിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് സ്വന്തമായിട്ട് വായിക്കേണ്ട ഒന്നല്ല, അത് നമ്മൾ ഉസ്താദുമാരിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ ഒക്കെ എന്ത് ചെയ്യണം, പഠിക്കേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, യാ എന്നുള്ള വാക്കിന് ശേഷം, യാ എന്നതിന് ശേഷം ഒരു അലിഫുണ്ടല്ലോ, അവിടെ ഒരു കുഞ്ഞ് ചെറിയ ഒരു അലിഫുണ്ടല്ലോ അവിടെ, യാ എന്നതിൻ്റെ ആ അയ്യുഹ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് യാ അയ്യുഹൽ. അപ്പോൾ അയ്യുഹ എന്നുള്ളത് വേറെയാണ്, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു അലിഫ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ എഴുതുകയാണെങ്കിൽ ആദ്യം യാ എന്ന് എഴുതും, എന്നിട്ട് അയ്യുഹ എന്ന് എഴുതുള്ളൂ. അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ യാ എന്ന മദ്ദക്ഷരം അല്ലെ, യാൻ്റെ ശേഷം ഒരു അലിഫ് വന്നു, അലിഫിന് ശേഷം അടുത്ത വാക്കിലാണ് ആ എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ പദത്തിൽ എഴുതിയോ ഇല്ലയോ എന്നുള്ളതല്ല, അത് നമ്മൾ എന്ത് ചെയ്യാം, പ്രത്യേകം ശ്രദ്ധിക്കുക. യാ ഇവിടെ ഇഞ്ഞപ്പോൾ മദ് മുത്തസിലായാൽ മുംഫസിലായാലും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നീട്ടണം എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം എന്താണ്, യാ എന്നതിന് ശേഷമാണ് അയ്യുഹ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത വാക്കിലാണ് ഇത് മദ് മുംഫസിലാണ്, ഇവിടെ മദ് മുംഫസിലാണ്. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ചില പദങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് പറയാം. സാധാരണഗതിയിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മദ് മുത്തസിലാണോ മുംഫസിലാണോ എന്നുള്ളത് മനസ്സിലാകും. യാ അയ്യുഹൽ ഇൻസാനു ഇഖ്ഫ ഇന്നക, അവിടെ എന്ത് ചെയ്യണം, നൂനിന് ശബ്ദമാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഓതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, പിന്നെ ഈ ഓത്ത് കേട്ടതിന് ശേഷം ഈ ഒറ്റ സൂറത്ത്, വേറെ ഒരു സൂറത്തല്ല, ഈ ഒരു സൂറത്ത് എന്ത് ചെയ്യുക, പിന്നെ ഈ ഓത്ത് കേട്ടതിന് ശേഷം ഒന്ന് ഒഴിവുള്ള സമയത്തൊന്ന് ഓതി നോക്കണം. അതിനാണ് നമ്മൾ ക്ലാസ് കേൾക്കുന്നത്. ഏത് സൂറത്താണെങ്കിലും ആ സൂറത്ത് കേൾക്കുക, എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു സൂറത്തും കൂടി ഒന്ന് ഓതി നോക്കുക. ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് ഓതി നോക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഉഷാറായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ തജ്വീദിൻ്റെ നിയമപ്രകാരം തന്നെ ഓതാനുള്ള തൗഫീഖ്, അതിനുള്ള ഇൽമും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക്. കാദിഹുൻ തൻവീന് ശേഷം ഹംസ വന്നു, ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഇൽഹാറിൻ്റെ ആറക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യണം, ആ നൂനിനെ അല്ലെങ്കിൽ തെൻവീനിനെ വെളിവാക്കണം. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ, ഹംസ, ഐന്, ഗൈന്, ഇതാണ്. അപ്പോൾ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. ഇനി ഞാൻ പിന്നെ കൂടുതൽ നിയമമൊന്നും പറയുന്നില്ല, നമ്മൾ ഇന്നത്തെ പാഠം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. ഇലാ അവിടെ അലിഫ വന്നിട്ടുള്ളത്, എഴുത്തിൽ യാ ആണ് വന്നിട്ടുള്ളതെങ്കിലും നമ്മൾ നീട്ടിയപ്പോൾ എന്താണ്, ഇല എന്ന് എഴുതിയപ്പോൾ ഫത്തേനെ നീട്ടൽ എന്തുകൊണ്ടാണ്, അലിഫ് കൊണ്ടാണ്. അപ്പോൾ അലിഫാണുള്ളത്, കുഞ്ഞലിഫ് അവിടെ ഉണ്ടല്ലോ അല്ലേ. ഇല, ആ പിന്നെ ഇല എന്ന വാക്കിന് ശേഷം പിന്നെ അതിലുള്ള മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് എന്ത്, മദ് മുൻഫസിൽ. മുത്തസിലാവണമെങ്കിൽ ഒരേ വാക്കിൽ വരണം. നമ്മൾ ആദ്യത്തെ ആയത്തിൽ ഓതിയല്ലോ, സമാ എന്നുള്ള ഒരു വാക്കാണ്. ഇവിടെ ഇല എന്നുള്ള വേറെ പിന്നെ ഒരു വാക്കും അഹ്ലിഹി എന്നുള്ള വേറൊരു വാക്കുമാണ്.
وأما من أوتي كتابه وراء ظهره വറാഅ ലഹിരി വറാഅ ലഹിരി വറാ എന്നുള്ളൊരു ഒറ്റ വാക്കാണ്. അപ്പോൾ ആ ഒറ്റ വാക്കിൽ തന്നെ വറാഅ എന്ന മദ്ദക്ഷരം അല്ലേ, അവിടെ ഏതാ മദ്ദക്ഷരം? അലിഫ്. റാഇൻ്റെ ശേഷമുള്ള അലിഫ്. ആ അലിഫിൻ്റെ ശേഷം പിന്നെ അതേ വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. വറാഅ എന്നുള്ള ഒറ്റ വാക്കാണ്, ആ ഒറ്റ വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ അല്ലേ. അപ്പോൾ നേരത്തെ രണ്ട് പദങ്ങളിലാണ് വന്നതെങ്കിൽ മദ് മുൻഫസിൽ, ഇത് മുത്തസിൽ. ഇനി ഏത് കണ്ടാലും മുത്തസിലും മുൻഫസിലും കണ്ടാലും നമുക്ക് എന്ത് ചെയ്യണം? തിരിയണം. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാൻ പാടില്ല. മദ് മുത്തസിൽ മുൻഫസിൽ, മുൻഫസിൽ മുത്തസിലും ആകാൻ പാടില്ല. ശരിക്കും മനസ്സിലാക്കുക, മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്നത്, അതേ വാക്കിൽ വന്നത് മുത്തസിൽ. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഫസിലായിട്ട് പിരിഞ്ഞു വന്ന രണ്ട് വാക്കിലായിട്ട് വന്നതാണ് മുൻഫസിൽ. فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا ഫീ അവിടെ മദ്ദക്ഷരം യാ വന്നു. ഈ യായിന് ശേഷം അതേ അടുത്ത വാക്കിലാണ് പിന്നെ ഹംസ വന്നിട്ടുള്ളത്. ഫീ എന്നുള്ളൊരു വാക്കാണ്, ആ വാക്കിന് ശേഷമാണ് അഹ്ലിഹി എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതാ നമുക്ക് തിരിയല്ലോ അല്ലേ, അടുത്ത വാക്കിലാണ്. അപ്പം അത് മുത്തസിലോ മുൻഫസിലോ? മുൻഫസിൽ. ഇന്നഹു ലന്ന അല്ലൻ യഹൂർ ഇന്നഹു ലന്ന അല്ലൻ യഹൂർ. ലന്ന എന്നുള്ളിടത്തും ഇന്ന എന്നുള്ളിടത്തും എന്ത് ചെയ്യണം? മണിക്കണം. അല്ല അല്ലേ, ആ നൂനിനെ ഒഴിവാക്കി, ഇതാകും ബിലാഗുന്നയാണ്. അല്ലയ്യ അല്ലേ, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം യാ വന്നു. അപ്പോൾ ഇത് കാമും ബിഗുന്ന. അപ്പോൾ എന്ത് ചെയ്യണം? അല്ല എന്ന് ഓതുക, പിന്നെ അതിന് ശേഷം മണിക്കണം. യാ വന്നുകൊണ്ട് ലാമിന് ശേഷം അല്ലയ്യഹൂർ. ബല ഇന്ന ബല എന്ന മദ്ദക്ഷരത്തിന് ശേഷം അലിഫിൻ്റെ ശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണ്, മുൻഫസിൽ. ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ. ബിഹി ഈ ഹാവിനെ നീട്ടാനുള്ള കാരണം എന്താ? മുമ്പത്തെ ഹാവിനെ നീട്ടാനുള്ള കാരണം എന്താ? ആ ഹാവിൻ്റെ മുമ്പും ശേഷവും സുക്കൂൻ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരമോ ഉണ്ടെങ്കിൽ ആ ഹാവിനെ നീട്ടുമായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ നീട്ടാനുള്ള കാരണം എന്താണ്? അതിൻ്റെ മുമ്പും ശേഷവും സുക്കൂൻ ഇല്ല എന്ന്. ഏതെങ്കിലും ഒരു അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഹാവിനെ നീട്ടൂല. ഇവിടെ നീട്ടാനുള്ള കാരണം മുമ്പും ശേഷവും സുക്കൂൻ ഇല്ല. ഫത്ത് കസറ ലൊമ്മ ആണെങ്കിൽ നീട്ടും എന്നർത്ഥം. സുക്കൂൻ ആണെങ്കിൽ നീട്ടൂല. ഫല ഉഖ്സിമു അവിടെ എന്താണ്? ഫല എന്ന ആ അലിഫിന് ശേഷമാണ് അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്, മദ് മുൻഫസിൽ. അത് പറയുമ്പോൾ തന്നെ തിരിയുന്നുണ്ടല്ലോ അല്ലേ. ഇനി എല്ലാം കണ്ടാൽ തന്നെ നമുക്ക് തിരിയണം. فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق. ഇനി ബാക്കിയൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ പിന്നെ എല്ലാ നിയമങ്ങളും നോക്കുക. പിന്നെ ഒരു ഒറ്റ ചാർട്ടും കൂടി നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? പിന്നെ നമുക്ക് ഏകദേശം പെട്ടെന്ന് കണ്ടാൽ തന്നെ ഇനി എവിടെ കണ്ടാലും മദ് മുത്തസിലും മുൻഫസിലും ഇത് രണ്ടും കണ്ടാൽ തിരിയണം. ഇനി ആ രണ്ട് കോളത്തിലേക്ക് നോക്കിയാൽ മതി. മദ് മുത്തസില്, മദ് മുൻഫസില്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ജാഅ അല്ലേ, ആ ജാ ജീമിന് ശേഷം അലിഫ് വന്നു. ആ അലിഫും നീട്ടാനാ ജാ അല്ലേ. ആ നീട്ടാനുള്ള അവിടെ കൂടുതൽ നീട്ടാനുള്ള കാരണം അപ്പം എന്താണ്? അടുത്ത അതേ വാക്കിലാണ് ഹംസ വന്നത്. അപ്പോൾ മദ് മുത്തസിൽ. താഴെ الذين هم يراءون. യുറാ മദ്ദക്ഷരം അലിഫ് വന്നു, അതിനുശേഷം ഹംസ വന്നു അല്ലേ. അല്ല, അതേ വാക്കിലാണ് ഹംസ വന്നുള്ളത്. ആ മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നത്, മുത്തസിൽ. തനസ്സലുൽ മലായികതു. മലാ അതിന് പിന്നെ അലിഫിൻ്റെ ശേഷം ഹംസ വന്നു. ഇനി അടുത്ത് തബ്ബത് യദാ അബീല. അബി അബുൻ എന്നുള്ള വാക്ക് പറയണല്ലോ അല്ലേ. യദാ യദുൻ, യദാ അബി ലഹബിൻ. അപ്പോൾ രണ്ടും രണ്ട് വാക്കിലാണ്. ഇന്നാ അൻസൽനാഹു. ഇന്ന എന്നുള്ളൊരു വാക്കാണ്, അൻസൽനാഹു എന്നുള്ള വേറൊരു വാക്കാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണ്. വല അൻതും മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ്. അതിനുശേഷം വല അന.
അതിന് മുമ്പ് മാ അഅ്ബുദു, മാ എന്ന അലിഫിന് പിന്നെ മീമിൻ്റെ ശേഷമുള്ള അലിഫ് അത് മാ എന്നുള്ളൊരു വാക്കാണ്. അതിന് ശേഷം അഅ്ബുദു എന്ന് വന്നത്. അപ്പോൾ എന്താണ്, രണ്ട് വാക്കിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് മദ് മുൻഫസിൽ, മറ്റേത് മുത്തസിലും രണ്ടും ഒരേപോലെ തന്നെയാണ്. ഒന്നും കൂടി കൂടുതലായിട്ട് മദ് മുത്തസിനെ നമ്മൾ പരിഗണിക്കണം എന്ന് മാത്രം. ഇപ്പം ഏകദേശം ഫത്ത് വന്നതാണ്. ഇനി ഫത്തായാലും കസറായാലും ലൊമ്മയിലും ഒക്കെ ഒന്ന് തന്നെ. ഇതാ ഇർജിഇ ഇലാ റബ്ബികി, ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ. ഇവിടെ ഇർജിഇ അല്ലേ, കസറിന് ശേഷം യാ വന്നു. ആ യാ നീട്ടി, ആ നീട്ടിയതിന് ശേഷമുള്ള അടുത്ത അക്ഷരം ഹംസയാണ് വന്നത്, ഇ അല്ലേ, ഇല എന്നുള്ളിടത്തുള്ള ഇ. അപ്പോൾ അടുത്ത വാക്കിലാണ് വന്നിട്ടുള്ളത് മദ് മുൻഫസിൽ. അതേപോലെ തന്നെ വജീ യൗമ ഇതിൻ, വജീ ജി ജി നീട്ടിയപ്പോൾ യാ വന്നു. ആ യാവിൻ്റെ ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ്. ഇത് മദ് മുത്തസിൽ. നേരത്തെ പറഞ്ഞ് ഇർജിഇ എന്നുള്ളത് ഇർജിഇ ഇല, ആ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ അടുത്ത വാക്കിലാണ് വന്നത്. അപ്പോൾ അത് മദ് മുൻഫസിൽ. വജീ എന്നുള്ളത് ഒറ്റ വാക്കായതുകൊണ്ട് മദ് മുൻഫസിൽ. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരുന്നത് അതേ വാക്കിലാകുമ്പോൾ മദ് മുത്തസിൽ. അടുത്ത വാക്കിലാണ് വരുന്നതെങ്കിൽ മദ് മുൻഫസിൽ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ മദ്ദുകൾ ഒരു 3 മദ്ദും കൂടി ഉണ്ട്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇത് രണ്ടും മനസ്സിലായി, ആ 3 കൂടി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് പിന്നെ യാസീൻ അല്ലേ, ഹാമീം തുടങ്ങിയ വാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഈ നിയമങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഓതാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് അതിനെക്കുറിച്ചാകാം. ശ്രദ്ധിക്കുക, 21-ാമത്തെ ആയത്തുണ്ടല്ലോ, വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ. ഈ ആയത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബാക്കി സജദയുടെ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരത്തിൽ എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യണം അല്ലേ. അതിൻ്റെ രൂപങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിലും എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നിയ്യത്തും വെച്ച് തക്ബീർ കെട്ടി നേരെ സുജൂദ് പോയി സുജൂദ് പിന്നെ ഇരുന്ന് സലാം വീട്ടണം. ഇതാണ് ഇപ്പോൾ നമ്മൾ രൂപം. ഇവിടെ അതിന് പിന്നെ നമുക്ക് അതിന് അവസരമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദ്ദേശം ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, പിന്നെ 4 പ്രാവശ്യം തസ്ബീഹ് ചെല്ലൽ അവിടെ സുന്നത്തുണ്ട്. അപ്പോൾ ആ ആയത്ത് ഇതുപോലെയുള്ള ആയത്തുകളൊക്കെ ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സുജൂദാണ് ചെയ്യേണ്ടത്. അതിനുള്ള അവസരം പിന്നെ അതിനുള്ള സ്ഥലങ്ങളോ ഇപ്പോൾ നമ്മൾ കാണാതെ ഓതുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒളു ഇല്ലെങ്കിൽ, ഒളു ഉണ്ടായിരിക്കൽ സുന്നത്താണ് കാണാതൊക്കെ ഓതുമ്പോൾ. ഇനി അഥവാ ഒരാളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ അപ്പോൾ ആ ഒരു സൂറത്ത് എത്തിയാൽ എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യണം, തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ സുജൂദിന് പകരമായിട്ടാണ് തസ്ബീഹ് 4 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. എന്താ ചൊല്ലുക, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം ചൊല്ലലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊക്കെ അറിയുന്നതാണ്, എങ്കിലും ഉണർത്തിയെന്ന് മാത്രം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർ-റഹീമായ റഹ്മാനായ റബ്ബേ, ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. നാഫിയായ ഇൽമ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണ റഹ്മാനെ. പ്രത്യേകിച്ച് ഒരുപാട് സഹോദരന്മാരൊക്കെ ഒരുപാട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി തരണ റഹ്മാനെ. ദുന്യാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, റഹ്മാനായ റബ്ബേ, എല്ലാവരെയും ഇനി വിജയികൾ ഇനി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ. റബ്ബി റഹ്മത്തിക യാ റഹ്മാൻ റഹീം.